ഇപ്പൊ ഇവിടെ ഈ ചർച്ച എന്ന് നോക്കിയാലും മതി. നമ്മള് രാഷ്ട്രീയം മറന്നുകൊണ്ട് പരിഗണിക്കപ്പെടേണ്ട ചില കാര്യങ്ങളിൽ പോലും നമ്മൾ അനാവശ്യമായ രാഷ്ട്രീയം പറയുകയാണ്. അനിതാ രാജോട് കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 3 ഏജൻസികൾ, അതായത് കേന്ദ്ര സർക്കാരിൽ നിന്ന്, സംസ്ഥാന സർക്കാരിൽ നിന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാഴ്ച അത് പല ഘട്ടങ്ങളിലായിട്ടാണ് കിട്ടുന്നത്. 3 വിഭാഗവും ഏജൻസികളും കൊടുക്കുമ്പോൾ 3 ഘട്ടങ്ങളിലായിട്ട് വരില്ല, അല്ല 3 ഒരേ ദിവസം കൊടുക്കാനുള്ള ഒരു തീരുമാനമൊന്നും എടുത്തില്ല, അങ്ങനെയേ വരുള്ളൂ. പക്ഷേ ഇവിടെ ജോമാൻ പോലും പറഞ്ഞുള്ള കാര്യം എന്താണ്? സംസ്ഥാന സർക്കാർ കൊടുക്കണം. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ അവരെ പ്രകടന പത്രികയിൽ പറഞ്ഞ പോലെ കാശ് കൊടുക്കാൻ അവരെ ബാധ്യസ്ഥരാണ്. അത്രയും കൊടുത്തില്ലെങ്കിൽ ഒരു നിശ്ചയ ശതമാനങ്ങളും കൊടുക്കണം. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം വേറെ രീതിയിലേക്ക് പോകുന്നു. കേന്ദ്ര സർക്കാരിന് അങ്ങനെ പെട്ടെന്ന് കൊടുക്കാതെ പറ്റില്ല. കേരളത്തിൽ മാത്രം കൊടുത്താൽ പോരാ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൂടി കൊടുക്കണം എന്ന്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൂടി കൊടുക്കാനാണല്ലോ കേന്ദ്രമുള്ളത്. ഇൻസെന്റീവ് കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. അതുകൂടി വർദ്ധിപ്പിക്കണം. അല്ലെങ്കിൽ ഇവിടെ കേന്ദ്രത്തിന്റെ വിഹിതം കൃത്യമായി കൊടുക്കണം. അത് ഡയറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ആയാലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ആയാലും സമയാസമയങ്ങളിൽ കൊടുക്കാൻ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് കേന്ദ്രത്തിനും ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ മാത്രമല്ല, സംസ്ഥാന സർക്കാർ ബാധ്യത വർദ്ധിപ്പിക്കണം എന്നുള്ള എനിക്ക് സംശയമില്ല. പക്ഷെ അതേ സമയത്ത് അവര് വർദ്ധിപ്പിക്കട്ടെ, ഞങ്ങളുടെ കാര്യം പിന്നീട് പറയാം. ഇവിടെ കേന്ദ്രമന്ത്രി പറഞ്ഞതും ഇപ്പൊ ജോമോൻ പറഞ്ഞതാണ് വളരെ കൃത്യമായി. ഞങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കാൻ വളരെ പ്രശ്നങ്ങളുണ്ട്. ഒരു സാങ്കേതിക പ്രശ്നമില്ലല്ലോ. ഇവിടെയുള്ള ഈ കേരളത്തിന് കൊടുക്കുന്ന പോലെ മറ്റു സംസ്ഥാനങ്ങൾക്കും ഇൻസെന്റീവ് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാണ്, വർദ്ധിപ്പിക്കാൻ അവർ ബാധ്യസ്ഥമാണ്. അല്ലാതെ നിങ്ങൾ കൂടുതൽ കൊടുത്തോളൂ, ഞങ്ങൾക്കിപ്പോ സാധ്യതയില്ല എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു ഫെഡറൽ സിസ്റ്റം ആണല്ലോ. ആ ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്രം കൊടുക്കേണ്ടത് കേന്ദ്രത്തിൻ്റെതായിട്ട് കൂടി കൊടുക്കണമല്ലോ. അത് കൊടുക്കുന്ന ഇവിടെ പ്രശ്നം താങ്കൾ പറഞ്ഞ പോലെ രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഓരോ പ്രശ്നങ്ങളും ആശാവർക്കർമാരുടെ ആണെങ്കിലും അംഗൻവാടി ജീവനക്കാരുടെ ആണെങ്കിലും ഇത്തരത്തിലുള്ള അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് രാഷ്ട്രീയം മറന്നുകൊണ്ട് പരിഹരിക്കാൻ, ഇപ്പൊ സമരരംഗത്തേക്കുള്ള ആളുകളും സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉള്ളത്. അതാണ് ഇവിടുത്തെ പ്രശ്നവും. ഈ നിയമസഭയിൽ വെച്ചോ പാർലമെന്റിൽ വെച്ചോ അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ അങ്ങനെയോ തീർക്കേണ്ട കാര്യമാണ്. ആശാ വർക്കർമാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്, അല്ലെങ്കിൽ അംഗൻവാടി ജീവനക്കാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർക്ക് നമ്മൾ ഇത്രയെങ്കിലും കൊടുക്കണം. അത് ഒറ്റ ഫണ്ടിൽ നിന്ന് കൊടുക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ കൊടുക്കാം. അതൊക്കെ തീരുമാനിക്കേണ്ടത് ഇവിടെ ഭരിക്കുന്ന ആളുകളാണ്. അവർ പക്ഷേ വർദ്ധിപ്പിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാവരും മറ്റവൻ കൊടുക്കട്ടെ, ഞങ്ങളുടെ കാര്യം പിന്നീട് എന്നുള്ള കാര്യം പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം ഇപ്പൊ നമ്മുടെ ഈ ആശാവർക്കർമാർ സമരത്തിലെ ഇൻസെന്റീവിന്റെ കാര്യം മന്ത്രി പറഞ്ഞ നമുക്കറിയാം. അപ്പോൾ നമുക്ക് സമരം ചെയ്യുന്നവരോട് അനുഭാവമുണ്ട്, പക്ഷെ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ നിലപാടും സമരം ചെയ്യുന്നവരോട് അനുഭാവമുണ്ട് പക്ഷെ ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന സംസ്ഥാന നിലപാട് തെറ്റാണ്. പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രകടന പത്രികയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പ്രയോറിറ്റി അനുസരിച്ച് ഉണ്ടാക്കണം. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഈ 21,000 എന്ന കാര്യം പറയുന്നുണ്ട്. അതായത് ദിവസവേതനം 700 ആക്കും എന്ന് പറഞ്ഞിട്ട് അത് ഘട്ടം ഘട്ടമായിട്ടായിക്കോട്ടെ. 5 വർഷത്തേക്കാണല്ലോ സർക്കാരിന് ഭരിക്കാനുള്ള അവസരം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും വർഷത്തിനിടയിൽ 2, 3, 4 ഘട്ടങ്ങൾ കഴിഞ്ഞല്ലോ. ഈ ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിക്കാവുന്നതായിരുന്നു. ഒറ്റയടിക്ക് 700 ആക്കുന്നതിന് പകരം, ഒറ്റയടിക്ക് 21,000 ആക്കുന്നതിന് പകരം ഒരു ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു. അതല്ലെങ്കിൽ പ്രകടന പത്രികയിൽ പറയരുത്. പ്രകടന പത്രികയിൽ പറയുമ്പോൾ അത് പ്രയോറിറ്റി കൊടുക്കേണ്ട ആളുകൾക്ക്, ആദ്യം ആശാ വർക്കർമാരുടേത് അല്ലെങ്കിൽ അംഗൻവാടി ജീവനക്കാരുടെയോ അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരുടെയോ, അങ്ങനെ ഓരോ അടിസ്ഥാന വർഗത്തിൻ്റെത് പരിഹരിച്ചിട്ട് മതി PSC മെമ്പർമാരുടേത്. അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. മന്ത്രിമാരുടെ പോലും സത്യത്തിൽ മാതൃക കാണിക്കേണ്ടത് മന്ത്രിമാരാണ്. ഞാൻ ഇടതുപക്ഷമായാലും ഏത് പക്ഷമായാലും അവിടെ എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ ഞങ്ങൾ ഇത് അത്ര കുറച്ചേ എടുക്കുന്നുള്ളൂ, ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ചെലവ് അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രപ്പടിയിൽ കുറച്ചേ എടുക്കുന്നുള്ളൂ എന്ന് മന്ത്രിമാർ തീരുമാനിച്ച് മാതൃക കാണിക്കേണ്ട. അങ്ങനെ മാതൃക കാണിച്ച സർക്കാർ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പൊ സത്യത്തിൽ ഈ പ്രശ്നങ്ങളെ രാഷ്ട്രീയമായിട്ട് കളിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ ഈ കബളിപ്പിക്കാതെ ശരിക്കും ചെയ്യേണ്ടത് ഒറ്റയടിക്ക്, അത് ഭരണത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളാണെങ്കിലും അവർ ചെയ്യേണ്ടത് ഈ പ്രശ്നം കൂടിയിരുന്ന് ആലോചിച്ച് നമുക്ക് ഇവരുടെ കാര്യങ്ങൾ എന്തെല്ലാം പരിഹരിക്കാൻ പറ്റുമെന്ന് പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് തീരുമാനിക്കുകയാണ് വേണ്ടത്. അത് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഇനി ആര് പരിഹരിക്കാൻ
എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ,